ഹലോ ഫ്രണ്ട്സ്, ട്രേഡ് ടോക്സിന്റെ ഇൻട്രാഡേ ഇക്വിറ്റി സ്റ്റോക്ക് പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. സോ ടെലിഗ്രാമിൽ ട്രേഡ് ടോക്സിന്റെ ഒരു ഒഫീഷ്യൽ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രാഡേ ഡിസ്കഷനും അതുപോലെ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സും ട്രേഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസും നടക്കുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് വഴി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ട്രേഡ് ടോക്സിന്റെ പ്രീമിയം സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രീമിയം സർവീസ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻട്രാഡേ സിഗ്നൽസ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ടെലിഗ്രാം ഒരു പ്രൈവറ്റ് ചാനൽ നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ആലീസ് ബ്ലൂ അല്ലെങ്കിൽ എൻട്രിച്ചിന്റെ താഴെ കാണുന്ന ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം സർവീസിൽ അവൈലബിൾ ആവുന്നതാണ്. സോ എല്ലാവർക്കും ഇൻട്രാഡേ ഇക്വിറ്റി സ്റ്റോക്ക് പിക്സിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, 9/12/2020 നമ്മുടെ കൊടുത്ത പിക്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു റിപ്പോർട്ടാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോളോ ടയർസ്, M&M, DLF, BPCL ഇത്രയും സ്റ്റോക്സ് നമ്മൾ പറഞ്ഞത് മൊത്തം 5 സ്റ്റോക്സ് ആണ്. അതിനകത്ത് BPCL വരെയുള്ള 4 സ്റ്റോക്സോളം നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നും ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2.4 പോയിന്റ് അപ്പോളോ ടയർസും, 6.90 പോയിന്റ് M&M, 2.85 പോയിന്റ് DLF, BPCL ഏകദേശം 4.68 പോയിന്റ് തന്നിട്ടുണ്ട്. RBL ബാങ്ക് നമ്മൾ പറഞ്ഞ ലെവൽസിനകത്ത് തന്നെ ട്രേഡ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. സോ അത് ചാർട്ടിനകത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് പിക്ക് അപ്പോളോ ടയർസ് ആയിരുന്നു. അപ്പോളോ ടയർസ് നമ്മൾ പറഞ്ഞ ലെവല് 185.20 ആ റേഞ്ചാണ്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ബ്രേക്ക്ഔട്ട് തന്ന് റീടെസ്റ്റ് തന്ന് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പിക്ക് M&M ആണ്. M&M രാവിലെ ഒരുപാട് വട്ടം ആ ലെവല് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആക്ച്വലി പോസിബിൾ ആയിരുന്നില്ല. അതിനുശേഷം ഒരു 12:40 ആ ഒരു റേഞ്ചിലാണ് പ്രോപ്പർ ഒരു ബ്രേക്ക്ഔട്ട് തരുന്നത്. അപ്പോൾ M&M നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് M&M കിട്ടിയിട്ടുണ്ട്. ഏകദേശം 6.90 മൂവ്മെൻറ്റ് M&M കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച അപ്പോളോ ടയർസിൽ ഏകദേശം 2.4 പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് DLF ആയിരുന്നു. DLF രാവിലെ ഒരു ബ്രേക്ക്ഔട്ടിനുള്ള ശ്രമം നടത്തി, പക്ഷേ ആ ലെവലിൽ സൂപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് അവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്ന ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ബ്രേക്ക്ഔട്ട് തന്നത്. ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഏകദേശം 2.85 പോയിന്റ്സ് ടാർഗറ്റ് തന്നിട്ടുണ്ട് DLF. നെക്സ്റ്റ് സ്റ്റോക്ക് BPCL ആയിരുന്നു. BPCL രാവിലെ നല്ലൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അത് ക്യാച്ച് ചെയ്തവർക്ക് ഏകദേശം 1 പോയിന്റ് 2 പോയിന്റോളം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ക്യാച്ച് ചെയ്യാതെ അല്ലെങ്കിൽ അവിടെ എൻ്റർ ആയവർ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഈവൻ ഇഫ് നല്ലൊരു ക്യാൻഡിൽസി കൺഫർമേഷന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തവർക്ക് രണ്ടാമത് പിന്നെയും പലവട്ടം ആ ലെവലിൽ വന്ന് റീടെസ്റ്റ് അടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. സോ BPCL നമുക്ക് തന്നിട്ടുള്ള മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് 4.68 പോയിന്റ്സ് BPCL മാക്സിമം ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. RBL ബാങ്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ RBL ബാങ്ക് നമ്മൾ പറഞ്ഞ ലെവൽസ് സൂപ്പർവായിട്ട് റെസ്പെക്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ആ റെസിസ്റ്റൻസിൽ രാവിലെ ബ്രേക്ക്ഔട്ട് നടന്നില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പിന്നെയും ശ്രമം നടത്തി. ഈവൻ ലാസ്റ്റ് ക്യാൻഡിൽ പോലും അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്ന് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. സോ പറഞ്ഞ ലെവൽസ് എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് അപ്പോളോ ടയർസ് ആണ്. അപ്പോളോ ടയർസ് നമ്മൾ ഓൾറെഡി ഇന്നലെയും കൊടുത്ത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അപ്പോളോ ടയർസിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ അപ്പോളോ ടയർസ് ഒരു അപ് ട്രെൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതുപോലെ തന്നെ ഒരു ചാനൽ പാറ്റേണും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലിൻ്റെ താഴത്തെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവൈലബിൾ ആണ്. സോ നമ്മുടെ ലെവൽസ് പറയുകയാണെങ്കിൽ 185.45 എബോവ് അപ്പോളോ ടയർസിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഇതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കൺഫേം ചെയ്ത ശേഷം മാത്രം ബൈ എടുക്കുന്നതായിരിക്കും നല്ലത്. സെൽ സൈഡ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്യാൻഡിൽസി കൺഫർമേഷനോട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇപ്പം കൊടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 184.45 ആണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ സെൽ സൈഡ് എന്ന് പറയുന്നത് 182.80 ആണ് ഇതിൻ്റെ സെൽ സൈഡ്. അതുപോലെ തന്നെ സെൽ സൈഡിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 183.55 ആണ്. സോ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് BPCL ആണ്. BPCL ഒരു അപ് ട്രെൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത ശേഷം ചെറിയൊരു അപ് ട്രെൻഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം നല്ല നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഹൈയും ലോയും തന്നെയാണ് ഇന്നത്തെ ഹൈയും ലോയും അല്ല, ഇന്നത്തെ ഹൈ ആണ് ഇന്നത്തെ മുകളിലത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 398.75 എബോവ് BPCL നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 396.80 ആണ്. അതുപോലെ സെൽ സൈഡ് എന്ന് പറയുന്നത് 393.40 ആണ് BPCLന്റെ സെൽ സൈഡ് എന്ന് പറയുന്നത്. BPCLന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 394.65 ആണ്. സോ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് RBL ബാങ്ക് ആണ്. RBL ബാങ്കിന്റെ ഒരു ബൈ ലെവൽ എന്ന് പറയുന്നത് 239.75 എബോവ് ആണ്. RBLന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 238.00 ആണ്. അതുപോലെ തന്നെ RBLന്റെ സെൽ സൈഡ് എന്ന് പറയുന്നത് 235.85 ആണ്. സ്റ്റോപ്പ് ലോസ് 236.90. RBLും ഈ പറഞ്ഞ പോലെ ഒരു അപ് ട്രെൻഡിൽ നിൽക്കുകയാണ്. ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് വേവ് ഇവിടെ പോസിബിൾ ആണ്. സോ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ നല്ലൊരു അപ് ട്രെൻഡ് തന്ന് ഒരു ഫ്ലാഗ് ലെവലിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നിൽക്കുകയാണ് ഇപ്പോൾ. സോ പ്രോബബ്ലി ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഇവിടെ പോസിബിൾ ആണ്. വളരെ നാരോ റേഞ്ചിലാണ് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റ കെമിക്കൽസിൻ്റെ ബൈ റേഞ്ച് എന്ന് പറയുന്നത് 516 ആണ്. സ്റ്റോപ്പ് ലോസ് 513.45 ആണ്. അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസിൻ്റെ സെൽ റേഞ്ച് എന്ന് പറയുന്നത് 506.80 ആണ്. സ്റ്റോപ്പ് ലോസ് 509.70 ആണ്. ബൈ റേഞ്ചിന്റെ സ്റ്റോപ്പ് ലോസ് ഇത് കുറച്ച് റിസ്കിയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ താഴെ 511.55 വെക്കാം. സോ അത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേരി ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. സോ ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബയോകോൺ ആണ്. ബയോകോണിന്റെ ഒരു അപ് ട്രെൻഡിൽ തന്നെ നിൽക്കുകയാണ്. ബയോകോണിന്റെ ബൈ റേഞ്ച് എന്ന് പറയുന്നത് 453.55 ആണ്. അതിന് എബോവ് ബയോകോൺ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് അവൈലബിൾ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് 451.15 ആണ്. അതുപോലെ തന്നെ ബയോകോണിന്റെ ഒരു റിസ്കി ബൈ സെൽ ലെവൽ എന്ന് പറയുന്നത് 446.55 ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 448.55 ആണ്. കുറച്ചുകൂടെ സേഫ് പ്ലെയേഴ്സിന് ബയോകോണിൽ സെൽ സൈഡ് പറഞ്ഞിരിക്കുന്നത് 443.90 ആണ്. അങ്ങനെ സെല്ല് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നത് 446.55 ആണ്. ഇവിടെ ഒരു റിസ്കി സൈഡ് എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് വരുന്ന നല്ലൊരു കൺഫേംഡ് എൻട്രി ഇവിടെ കിട്ടും. ഈ പറയുന്ന 443.90 നമ്മൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ. സോ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ റിസ്ക് റിവാർഡിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റി വെക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റന്നാളത്തെ സ്റ്റോക്ക് പിക്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.